നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ജസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറച്ച് കാർഡ്സ് എടുക്കാം. നമുക്കിവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ സിറ്റുവേഷൻ എന്താണ്, ആൻഡ് യൂണിവേഴ്സ് നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് യൂണിവേഴ്സ് ഇപ്പം എന്താ പറയുന്നത്? ഹാർട്ട് ബ്രോക്കൺ, ഓക്കെ, മാസ്ക്, ഗേൾ ടോക്ക്, ഹാമർ. എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് ഇവിടെ. ഹാൻഡ് ഓഫ് കാർഡ്സ്, സെലക്ഷൻ, ഐ ലൈക്ക് യു, ഓക്കെ, ഹാർട്ട് വിത്ത് ദ കീ. ഒന്നുകൂടെ എടുക്കാം. ട്വിൻ ഫ്ലെയിംസ്. ഓക്കെ, ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങൾ ഒരു ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്, നിങ്ങൾക്ക് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അവരെ ഫീലിങ്സ് നിങ്ങളോട് ഫുള്ളായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല, ഒന്നാമത്തെ കാര്യം. ഓക്കെ, അവരിവിടെ മാസ്ക് ധരിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. കുറച്ച് പേർക്ക് മേ ബി തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷനും ഉണ്ട് ഇവിടെ. തേർഡ് പാർട്ടി എന്ന രീതിക്ക് കാണുന്നുണ്ട്, കാരണം സെഡക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട്. സോ മേ ബി നിങ്ങളുടെ പേഴ്സൺ വേറെ ആരോടെങ്കിലും ഫ്ലേർട്ട് ചെയ്തു, അട്രാക്ട് ചെയ്തു, അവർ തമ്മിൽ അട്രാക്ഷൻ വന്നു, വേറെ ആരുടെങ്കിലും പോയി, ആ രീതിക്ക് കൂടി ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. മാരീഡ് ആവാം സിറ്റുവേഷൻസ് അങ്ങനെയും, പക്ഷെ അതിവിടെ കൂടുതൽ വന്നിട്ടില്ല. അതിനെക്കാളും തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ, തേർഡ് പാർട്ടി ഡെഫിനറ്റ്ലി ഉണ്ട്. നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്, നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അത് ബിക്കോസ് ഓഫ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് റിയൽ ആയിട്ട് ഫീലിങ്സ്, അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ് കാണിക്കുന്നില്ല. ബിക്കോസ് ഇവിടെ ഇതുണ്ട്, ഐ ലൈക്ക് യു എന്നുള്ളതുണ്ട്. ഓക്കെ, സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ അവരെ ഉള്ളിലുള്ള ഫീലിങ്സ് തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, മേ ബി അവർ തേർഡ് പാർട്ടി പോയിട്ടുണ്ടാവാം, ബട്ട് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് അവർക്ക് ജെനുവിൻ ആയിട്ട് തന്നെ ഉണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സണായിട്ട് ഈ സിറ്റുവേഷനെ കേടുവരുത്തുന്നുണ്ട്. അത് ഒന്ന് നിങ്ങളോടുള്ള ഫീലിങ്സ് തുറന്നു പറയുന്നില്ല, അതൊന്ന്. പിന്നെ ഒന്ന് മേ ബി ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവർ സ്വയം ആക്ച്വലി ബന്ധത്തിൽ എന്താ പറയുക, ഒരു അവനവൻ്റെ കാലിൽ എന്തോ ചെയ്യാന്ന് പറയില്ലേ, ആ രീതിക്കാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് എനിക്ക്. ഇവിടെ ഹാൻഡ് ഓഫ് കാർഡ്സ് കാണുന്നുണ്ട്, ടേക്ക് എ ചാൻസ്, റിസ്ക്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അവർ മനസ്സിലുള്ള എന്താണെന്ന് അവർ തുറന്ന് കാണിക്കുന്നില്ല. അതിവിടെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ മാസ്കും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണിന്റെ മനസ്സിൽ ഫീലിങ്സ് ഉണ്ട്, ഐ ലൈക്ക് യു എന്നൊരു കാർഡ് ഇവിടെ ഉണ്ട്. ഓക്കെ, ബട്ട് ആൻഡ് ഹാർട്ട് വിത്ത് കീ എന്ന് പറയുന്നുണ്ട്. വെൽക്കമിങ്, ലവ്, മീറ്റിംഗ് ദ വൺ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ്. നിങ്ങളെ മീറ്റ് ചെയ്തത് ശരിക്കും നിങ്ങൾ തമ്മിൽ ഒന്നിച്ചാവേണ്ടത് തന്നെയാണ്. നിങ്ങളോട് അവർക്ക് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ നിങ്ങളോട് ഫീലിങ്സ് തുറന്ന് കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ മറ്റു പലരോടും മേ ബി അവർ ബന്ധം വെക്കാൻ ശ്രമിക്കുന്നു, ബന്ധം ഉണ്ട് അവർക്ക്, അല്ലെങ്കിൽ വേറെ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്സ് ഉണ്ട്, നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നു, ആ രീതിക്കൊക്കെ ചിലത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു നല്ലൊരു ബന്ധം അതിവിടെ കേടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അവർ സ്വയമാണ് കേടുവരുത്തുന്നത്. അതിപ്പോൾ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് ട്വിൻ ഫ്ലെയിംസ് എന്ന് കാണുന്നുണ്ട്. ട്വിൻ ഫ്ലെയിംസ് എന്നുള്ള വാക്കിലേക്ക് നിങ്ങൾ പോണ്ട. ഓക്കെ, ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് ഇങ്ങനത്തെ ബന്ധങ്ങളിൽ എന്താ, ഇങ്ങനത്തെ എന്നല്ല. ഓക്കെ, ചില ബന്ധങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പേഴ്സൺ നിങ്ങളോട് അത്രയും അടുപ്പം തോന്നുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളോട് അത്രയും അട്രാക്ഷൻ തോന്നുമ്പോൾ അവർ അത് പേടിച്ച്, ആ ഒരു അടുക്കാൻ പേടിച്ച്, അത് അവരുടെ ഇന്നർ ചൈൽഡിൻ്റെ പ്രശ്നങ്ങളാണ്. ഓക്കെ, അത് ഞാൻ ഇനി ഒരിക്കൽ പിന്നെ പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അങ്ങനെയുള്ള കാരണങ്ങളും ഉണ്ട്. അവർക്ക് നിങ്ങളോട് ശരിക്കും ഒരു അത്രയും അട്രാക്ഷൻ തോന്നുമ്പോൾ അവർ പേടിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് മാറിപ്പോവും. ഓക്കെ, അങ്ങനെ പോയിട്ട് ചിലവർ വേറെ ബന്ധങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ അവിടെ എന്താ ഒരു കാർമിക് സിറ്റുവേഷൻ സൃഷ്ടിക്കുകയാണ് ശരിക്കും അവർ ചെയ്യുന്നത്. സ്വയം അങ്ങോട്ട് കേടുവരുത്തുക. അതാണ് ഇവിടെ ഹാമർ പറഞ്ഞ ഞാൻ. അവർ സ്വയമാണ് കേടുവരുത്തുന്നത്. അവർക്ക് ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്, പക്ഷെ എന്നാലോ നിങ്ങളോട് അത് കാണിക്കുന്നില്ല. എന്നിട്ട് പകരം വേറെ എവിടെയെങ്കിലും അറ്റൻഷൻ കൊടുക്കുക, വേറെ എന്തെങ്കിലും. ബിക്കോസ് അത് പേടിയാണ്, അവർക്ക് ആ പേടിയാണ്. എന്നിട്ട് അവരടുത്ത് കഴിഞ്ഞാൽ അവർക്കത് മേ ബി കമ്മിറ്റ്മെന്റ് തരാൻ പറ്റില്ല എന്നോ, അല്ലെങ്കിൽ എന്താവും എന്നുള്ള പേടിയോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബന്ധത്തിൽ ശരിക്കും ജെനുവിൻ ആയിട്ടുള്ള കണക്ഷൻസ് അത് നിലനിർത്തി കൊണ്ടുപോകാൻ ഇത്തിരി എളുപ്പമല്ല അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ ശരിക്കും റിലേഷൻഷിപ്പ് കേടുവരുത്താണ്. അവർ പലരിടത്തും വേറെ സംസാരിക്കുന്നുണ്ടാവാം, വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ അതൊക്കെ പക്ഷെ നിങ്ങളെ വേദനിപ്പിക്കുന്നുമുണ്ട്. ഓക്കെ, സോ അവരത് തിരിച്ചറിയുന്നില്ല, അറിയാതെ ആയിരിക്കില്ല, പക്ഷെ എന്നാലും അവർക്ക് എന്താ പറയുക, അവരുടെ ഒരു മിസ്റ്റേക്ക് ആണത്. ഓക്കെ, ഇവിടെ ഗേൾ ടോക്ക് കാണുന്നുണ്ട്. ഒന്ന് നിങ്ങളോട് പറയുന്നത്, ഇത് നിങ്ങൾക്കൊരു അഡ്വൈസ് ആയിട്ട് എടുക്കാം, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യൂ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, പേഴ്സണിന് നിങ്ങളോട് ഇഷ്ടമുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നോക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് തൽക്കാലം നല്ലത്. ഓക്കെ, ഇവിടെ ട്വിൻ ഫ്ലെയിംസ് ആയാലും ശരി അല്ലെങ്കിലും ശരി. ഓക്കെ, റിലേഷൻഷിപ്പ് എന്താ, നമ്മളൊരു ഒരു പേര് അതിന് കൊടുക്കാതിരിക്കുക നമുക്ക്. ബിക്കോസ് ഇത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഞാനിവിടെ എടുക്കുന്നില്ല ഇപ്പോൾ.
ഓക്കെ, എന്തായാലും നിങ്ങൾ തമ്മിൽ ശരിക്കും എന്തോ ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ട് എന്നുള്ളൊരു പ്രൂഫായിട്ട് എടുത്താൽ മതി. നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ ആണ്, നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അവരുള്ളിൽ ഒരുപാട് ഫീലിങ്സും വെച്ചിട്ട് പക്ഷെ പുറമെ എങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ ഒരു ബന്ധം നിലനിൽക്കുക അല്ലേ? ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് കുറച്ച് അഡ്വൈസ് കാണിച്ചു എടുത്തേക്കാം. നിങ്ങളോട് എന്താ യൂണിവേഴ്സ് പറയുന്നത്? ഇൻറ്റൻസ്, ഡീപ്ലി, ഫീലിങ്സ്, എംബ്രേസ്, കമ്മിറ്റ്മെന്റ്. യെസ്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ തടസ്സങ്ങൾ കാണുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ അവരായിട്ട് തന്നെ ചിലത് ചെയ്യുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ എനർജി ആയിരിക്കും, തേർഡ് പാർട്ടിയുടെ ഓബ്സ്റ്റക്കിൾ നമുക്ക് വിളിക്കാം. നിങ്ങളുടെ ഹാപ്പിനെസ്സിന് ഇപ്പോൾ തടസ്സമായിട്ട് ചില കാര്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇവിടെ ഒരു മാരേജ് കാർഡ് വന്നിട്ടുണ്ട്. മാരേജ് ഓഫ് സോൾസ് ഇസ് എ യൂണിയൻ ഓഫ് ടു ഡിവൈൻ കൗണ്ടർ പാർട്സ് ബ്ലെൻഡിങ്. ഇത് മാരേജ് എന്ന് പറയുമ്പോൾ ലിറ്ററൽ മാരേജ് എന്ന രീതിക്ക് തന്നെ നിങ്ങൾ എടുക്കണ്ട. ഓക്കെ, ഇവിടെ ജസ്റ്റ് നമ്മൾ പറയില്ലേ, അത്രയും പോസിബിൾ ആയവർക്ക്, സിംഗിൾസ് ഒക്കെ ആണ് നിങ്ങൾക്ക് മാരേജ് പോസിബിൾ ആണെങ്കിൽ യെസ്, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാരേജ് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം മറികടന്ന് നിങ്ങൾക്കൊരു യൂണിയൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലാത്തവർക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ കമ്മിറ്റ്മെന്റും ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റ്മെന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഓക്കെ, ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പേഴ്സൺ അവർക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾ കമ്മിറ്റ്മെന്റ് തരണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ അവർ അതിനുള്ള ആക്ഷൻ എടുക്കുന്നില്ല. ഓക്കെ, അവരെന്നിട്ട് എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ അടുത്ത് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്, മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ആ ഒരു ഇന്റൻസിറ്റിയാണ് അവർ പേടിക്കുന്നത്. ഓക്കെ, ഇത്രയും നമ്മൾ പറയില്ല, ഒരു ഡീപ്പായിട്ട് അങ്ങനെ നമ്മൾ ഒരാളോടൊരു ഫീലിംഗ് തോന്നുക എന്ന് പറയുമ്പോൾ അത് അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതൊരു ശരിക്കും ഒരു ലൈഫിനെ തന്നെ റെസ്ട്രിക്ട് ചെയ്യും കുറേ പേർക്ക് അല്ലേ? പക്ഷെ നിങ്ങൾക്കത് തോന്നില്ല, പക്ഷെ മറ്റേ ആൾക്ക് അവർക്ക് അവരുടെ ലൈഫ് തന്നെ റെസ്ട്രിക്റ്റ് ആയി പോകുമോ എന്നൊക്കെയുള്ള പേടികൾ വരും. അങ്ങനെയൊക്കെയുള്ള പേടികളെ കൊണ്ട് അവരുടെ ഉള്ളിലെ ഫിയേഴ്സ് ആണ് ഇതൊക്കെ. അത് കാരണം അവർ നിങ്ങളുടെ അടുത്ത് ഓടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഡീപ്ലി എന്ന് പറയുന്നത് ലുക്ക് ഡീപ്ലി വിത്തിൻ ടു ഡിസ്കവർ യുവർ സോൾ പർപ്പസ് ഇൻ യുവർ റിലേഷൻഷിപ്പ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഈ ബന്ധം നിങ്ങളെ എന്താ പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കാം. ഓക്കെ, ഒന്ന് അൺകണ്ടീഷണലി സ്നേഹിക്കാനായിരിക്കാം, എന്നാലും ചേസ് ചെയ്യരുത് എന്ന രീതിക്കുണ്ട്. ഓക്കെ, കോഡിപ്പെൻഡൻ്റ് ആവരുത് ഒരിക്കലും. ഒരു വ്യക്തിയുടെ അടുത്ത് അവർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സന്തോഷവും കിട്ടുള്ളൂ എന്ന രീതിക്ക് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. സോ അതും നിങ്ങളുടെ ലെസനാണ്. സോ ഇവിടെ നിങ്ങൾ എന്തൊക്കെയോ പഠിക്കാനുണ്ട്. ട്വിൻ ഫ്ലെയിംസ് ആയാലും എന്തായാലും ആക്ച്വലി ഏത് ബന്ധമായാലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്ത് ബന്ധം ഉണ്ടെങ്കിലും ഓക്കെ, അതൊക്കെ നമ്മളെ ഒരു ലെസൺ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. സോ അതെന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, എൻ്റെ ഇവിടെ ഫീലിങ്സ് ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ. എന്തായാലും ടേക്ക് ടൈം ഔട്ട് ടു എക്സ്പ്ലോർ ദ ഡീപ്പ് ഇമോഷൻസ് യുവർ ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനോടും പറയുന്നുണ്ട്, നിങ്ങളോടും പറയുന്നുണ്ട്. യൂണിവേഴ്സ് ആക്ച്വലി വഴികൾ ഒരുക്കും. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് അവരും അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കും. നിങ്ങളോടും ശരിക്കും നിങ്ങൾ ഡീപ്പായിട്ട് എന്താ ഫീലിങ്സ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സമയം ആക്ച്വലി ഇത് പേഴ്സൻ്റെ ആയിട്ട് എടുക്കാം. ഓക്കെ, പേഴ്സൺ ആക്ച്വലി നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ തുടങ്ങും, നിങ്ങളോടുള്ള ഫീലിങ്സ് അവർക്ക് റിയലൈസ് ചെയ്യാൻ തുടങ്ങും എന്ന് പറയാം. എംബ്രേസ് വാട്ട് ഡെസ്റ്റിനി ഹാസ് ഇൻ സ്റ്റോർ ഫോർ യു. നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്തോ നല്ലത് കരുതി വെച്ചിട്ടുണ്ട് എന്നാണ്. അതിപ്പോൾ നമുക്ക് മാരേജും കമ്മിറ്റ്മെൻറ്റും ഒക്കെ കണ്ടു. ഓക്കെ, അതാണെങ്കിൽ അങ്ങനെ. അല്ല എന്നുണ്ടെങ്കിലും ഇവിടെ ഈ ലെസൺസ് പഠിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തോ നല്ലത് എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊരു ലൈഫിൻ്റെ ഒരു പർപ്പസ് ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇവിടെ എംബ്രേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി നിങ്ങൾ പേഴ്സണുമായിട്ടൊരു മീറ്റിംഗ് കൂടി നമുക്ക് പറയാം, അങ്ങനെയും എടുക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു മീറ്റിംഗ് വരുന്നു, കമ്മിറ്റ്മെൻറ്റ് വരുന്നു, മാരേജ് വരുന്നു. ഒബ്സ്റ്റക്കിൾസ് നിങ്ങൾ തമ്മിൽ, അതായത് നിങ്ങളുടെ ഇടയിൽ തടസ്സം എന്തുണ്ടായാലും ശരി, തേർഡ് പാർട്ടി ആണെങ്കിലും എന്താണെങ്കിലും അത് നിങ്ങൾ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ ഈ ലെസൺസ് പഠിക്കേണ്ടതാണ് ഇവിടെ മെയിൻ. ഓക്കെ, ഈ ഒരു പാഠങ്ങൾ ഇവിടെ നിങ്ങൾ പഠിക്കലാണ് ഇവിടുത്തെ മെയിൻ കാര്യം. ഓക്കെ, എന്താണ് ഈ ബന്ധം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണോ? നിങ്ങൾ അവനവനെ വാല്യൂ ചെയ്യാനാണോ? അവനവനെ കെയർ ചെയ്യാനാണോ? നിങ്ങൾക്ക് ലൈഫിൽ എന്താ വേണ്ടത്? അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതാണിത്. ഓക്കെ, നിങ്ങൾക്ക് എന്തോ സോൾ പർപ്പസ് ഉണ്ട് എന്നുകൂടിയാണ് പറയുന്നത്. സോ അതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പേഴ്സണൽ ഫീലിങ്സ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ തേർഡ് പാർട്ടി എനർജി എനിക്ക് കാണുന്നുണ്ട്. ഐ തിങ്ക് അതിൽ നിന്ന് മാറി വരും. നിങ്ങളിപ്പോൾ അതിൽ വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കുള്ള അഡ്വൈസ് ഇതാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യുക. ഓക്കെ, പേഴ്സൺ ഇപ്പോൾ സപ്പോസ് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. പോയിട്ട് ബഹളം ഉണ്ടാക്കാം, ശരി വഴക്കുണ്ടാക്കാം, എന്നിട്ടൊക്കെ ഇത് എന്ത് കാര്യം? ഒരാളെ നമുക്ക് എത്ര കൺട്രോൾ ചെയ്യാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കരഞ്ഞിട്ടായാലും ദേഷ്യപ്പെട്ടിട്ടായാലും എന്ത് പറഞ്ഞിട്ടായാലും എത്ര കൺട്രോൾ ചെയ്യും നിങ്ങൾ? ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ വാല്യൂ ചെയ്യാത്ത ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കാം. ഓക്കെ, അവർ വരികയാണെങ്കിൽ തിരിച്ചു വന്ന് അവരൊരു പ്രൂവ് ചെയ്യട്ടെ, അവർക്ക് ആ ഫീലിങ്സ് ഉണ്ട് എന്ന രീതിക്ക് അവർ നിങ്ങളുടെ അടുത്ത് കമ്മിറ്റഡ് ആയിട്ടുണ്ട് എന്നവർ പ്രൂവ് ചെയ്യട്ടെ. അതിനുള്ള അവസരം കൊടുക്കൂ. ഓക്കെ, നിങ്ങൾ മാറി നിൽക്കൂ, നിങ്ങൾ അവനവനെ കെയർ ചെയ്യൂ, സ്വന്തം ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഓക്കെ, ഇപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അത് ഓർത്തോർത്ത് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, എന്തായാലും ആരെയും ഒന്നും പറയാൻ നമ്മൾ ആൾക്കാരല്ല. ഓക്കെ, എല്ലാം യൂണിവേഴ്സായിട്ട് ചിലത് ചെയ്യട്ടെ. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.